വെറുതെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഡപ്പികളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോട്ടോ. ഇന്ന് നമുക്കൊരു അടിപൊളി ഗാർഡൻ ഐഡിയ ഉണ്ട്. ഒട്ടും കാശ് ചിലവില്ലാതെ തന്നെ നമ്മുടെ ടെറസ് ഗാർഡനിൽ ചെയ്യാൻ പറ്റിയ ഉഗ്രൻ ഐഡിയ ആണ്. അപ്പോൾ എൻ്റെ ഡിറ്റർജൻറ്റ് കുപ്പികൾ വെച്ച് ഞാൻ ചെയ്ത പയർ കൃഷി ഉഗ്രൻ വിജയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൃഷിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഗാർഡനിലെ ഈ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള മിഠായിയുടെ ബോക്സുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആൽഫന്യൂബയുടെ ബോക്സാണ് ഇത്. കടയിൽ നിന്നും കിട്ടിയതാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കിട്ടിയതാണ് ഇട്ടത്. നമ്മൾ അടുക്കളയിൽ ധാന്യങ്ങൾ ഇട്ട് വെക്കാനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ 1 കിലോൻ്റെ ഒക്കെ മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിലേക്കും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഞാൻ ഒരുപാട് മണി പ്ലാന്റ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസിൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്കുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഞാൻ കാണിക്കുന്നില്ല, അതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയെടുക്കണം. പിന്നെ അതിൻ്റെ എതിർവശത്ത് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഓപ്പൺ ആക്കിയെടുക്കാം. ഒരു സൈഡ് ഇതേപോലെ ഓപ്പൺ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ അടിയിൽ ഇതേപോലെ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ആക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ 2 ഹോള് വേറെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ കയ്യിലുള്ള കുപ്പികളെല്ലാം ഇതേപോലത്തെ ബോട്ടിൽസ് എല്ലാം ഒരേപോലെയുള്ള ബോട്ടിൽസാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം നോക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ആണി അടിച്ചിട്ട് അതിലിങ്ങനെ കൊളത്തിട്ടിട്ട് ചെടികൾ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. കിളികൾ നല്ലോണം കൊത്തിക്കൊണ്ടാവുന്നുണ്ട് എൻ്റെ പയർ. അപ്പം ഞാൻ വേറൊരു പയറെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അതെല്ലാം കൊത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം കൊത്തി അതിൻ്റെ എല്ലാ പയറുമണികളും എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കിളികളും അത്യാവശ്യത്തിനും കഴിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടാവശ്യത്തിനും പയർ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി പയറിൻ്റെ ഇലയൊക്കെ നമുക്ക് നുള്ളിയിട്ട് ഉപ്പേരി വെക്കണം. ഇപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളൊക്കെ പയർ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഏത് തരം പയറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ പയറിൻ്റെ ഇലകൾ കറി വെക്കാറുണ്ടോ, എങ്ങനെയാണ് അത് വെക്കുന്നത് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ പോട്ടിൽസിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു ആണിയൊക്കെ തറച്ച് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിടാം. പക്ഷെ ഞാനിവിടെ ആണി കൊണ്ടൊന്നും തറച്ച് ഇതേപോലെ ഒന്നും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്, അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബോട്ടിൽസ് ഒരുമിച്ച് വെക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഓപ്പൺ ആക്കിയിട്ടുള്ള ഭാഗമല്ലേ, അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഈ ഓപ്പൺ ആക്കിയെടുത്ത ആ ഭാഗം രണ്ടിനും ഇതുപോലെ 2 ബോട്ടിൽസിനും ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു കയർ വെച്ച് കെട്ടിയെടുക്കുകയാണ്. ഇതേപോലെ ആ ഓപ്പൺ ആക്കി എടുത്തിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കയറ്റി അടുത്ത ബോട്ടിൽസിൻ്റെ ആ പൊത്തിൽ കൂടെ ഇറക്കി എന്നിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടി വെച്ചേക്കാണ് കേട്ടോ ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ അത് നമുക്ക് ഇരിക്കുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ പോട്ടിങ് നിറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആക്കാതെയാണ് നമ്മുടെ ഈ ബോട്ടിൽസ് എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇനി അതിൽ നിറക്കാൻ പോകുന്ന പൊട്ടി മിശ്രിതം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പൊട്ടി മിശ്രിതമാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും നല്ല മാനസിക ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ റോസകളൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരമൊക്കെ നിൽക്കും കേട്ടോ. പണികൾ മാത്രം എടുക്കുന്ന സമയമല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ തോട്ടത്തിലെ പൂക്കളൊക്കെ ഒന്ന് നോക്കി ആസ്വദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എല്ലാ ബോട്ടിൽസും ഇതേപോലെ ഞാൻ കയറ് വെച്ചിട്ട് കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 സെറ്റാണ് ആക്കിയിട്ടുള്ളത്. ഒരു 8 ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 4 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിതിൽ പോട്ടിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തെർമോക്കോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മണ്ണ് വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിട്ട് ആ പൊത്തൊന്ന് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ഹോൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓരോ ബോട്ടിൽസിനും. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കായിട്ട് നമ്മൾ തെർമോക്കോൾ വെച്ച് കൊടുക്കണം. ഈ വീഡിയോ ഞാൻ ഒറ്റക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനും അതേപോലെ ഇതൊക്കെ നിറക്കാനും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്, ഈ ഒരു ബോട്ടിൽസ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയായിരുന്നു. അപ്പോൾ
അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാക്കിലൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ എനിക്കുണ്ടായത്. അപ്പോൾ ഞാനിതാ ഇതിൽ തെർമോക്കോൾ വെച്ചു. അതിന് ശേഷം പിന്നെ ഇതേപോലെ കരിയില ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് അത്യാവശ്യം ഇങ്ങനെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. കരിയില ഞാൻ ഒരുപാട് ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. മാവിൻ്റെ കരിയിലകളാണ് കേട്ടോ, ഉണങ്ങിയ ഇലകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ചിട്ട് ഇതിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം. ഈ ഒരു ബോട്ടിൽസ് നമ്മൾ ഏതാണോ എന്തിലാണോ നമ്മൾ പച്ചക്കറി നടാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ തന്നെ അതിൽ നമ്മൾ മാക്സിമം എന്തോരം കരിയില കയറ്റാൻ പറ്റുമോ അത്രയും കുത്തി നിറച്ച് കയറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിങ്ങനെ ദ്രവിച്ച് പോകുമ്പോൾ നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോട്ടിങ് മിശ്രിതം ഇങ്ങനെ വളരെ കുറവായിട്ട് തോന്നും. അപ്പോൾ കൂടുതൽ കരിയില നിറച്ച് കഴിഞ്ഞാൽ അത്രയും ഫില്ലായിട്ട് ഇരുന്നോളും. ഇതെന്തായാലും ഇങ്ങനെ ദ്രവിച്ചിട്ട് മണ്ണായിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ കരിയില തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ജൈവവളം തന്നെയാണ് കേട്ടോ കരിയില. അപ്പോൾ ഞാനിതിൽ നടാൻ പോകുന്നതും നല്ലൊരു പച്ചക്കറിയാണ് നടാൻ പോകുന്നത്. അപ്പോൾ അത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതിൽ നന്നായിട്ട് ഫുള്ള് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്ന മണ്ണ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ചുമന്ന മണ്ണ് എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ മണ്ണ് കൊണ്ടുവരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴൊക്കെ ഇതേപോലെ അവിടുത്തെ മണ്ണ് ഇട്ടാൽ അവിടുത്തെ മണ്ണ് ഇതേപോലെ ചാക്കിലാക്കി വെക്കും. നാട്ടിലത്തെ മണ്ണ് തൃശ്ശൂർ ആണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മണ്ണാണ്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ പറമ്പ് നേരാക്കാൻ വരുന്ന സമയത്ത് ഇതേപോലെ ചാക്കിൽ അവിടെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് നമ്മളുടെ ഇതുപോലെ കൃഷിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മേൽമണ്ണ് ഈ ഒരു മണ്ണാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മണ്ണ് കൊണ്ടുവരും. മണ്ണ് ഇവിടെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാശ് കൊടുത്തിട്ട് ഒന്നും മേടിച്ചിട്ട് നമ്മളൊന്നും ഇതിന് ചെയ്യുന്നില്ല. എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ യാതൊന്നും കാശ് കൊടുത്തിട്ട് ചിലവാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള വക ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാനൊരു കൃഷി സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ മണ്ണ് കൊണ്ടുവരുന്നതിനൊക്കെ പറ്റിയിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ മേലെ ഇതേപോലെ ചുമന്ന മണ്ണ് ഇപ്പോൾ അത്യാവശ്യത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തെർമോക്കോൾ ഇട്ട് കൊടുത്തു, എന്നിട്ട് കരിയില ഫുള്ള് നിറച്ച്, എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട്. വേറെ സംഭവങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണില്ല. നിങ്ങൾ ഇതേപോലെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. ഞാൻ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞ് കമൻറ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷനാണ്. അതേപോലൊക്കെ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കാനൊക്കെ തോന്നും. വീഡിയോ ചെയ്യല്ല, അതേപോലൊക്കെ ഒന്ന് നട്ട് നോക്കാനൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളത് കമൻറ്റിലൂടെ പ്രത്യേകം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള 8 ബോട്ടിൽസിലും സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ സ്ഥലക്കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെറസ് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു ടെറസ് നാശമാവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഐഡിയ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെൻ്റെ ടെറസിലേക്ക് കയറി വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. സ്റ്റെയറിൻ്റെ ആ ഒരു കയറി വരുന്നൊരു ഭാഗമാണ്. അവിടെയുള്ള ഈ പാരപ്പറ്റ് എന്നല്ലേ ഈ ഭാഗത്തിന് പറയുക. അപ്പോൾ അതാണ് കേട്ടോ അവിടെ. നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഈ കെട്ടി വെച്ച ഭാഗമല്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആണി അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ ആണി അടിച്ചിട്ട് ആ ഒരു തേച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ആ സിമെൻറ്റൊന്നും കളയണില്ല, ഡിസ്റ്റർബ് ചെയ്യണില്ല നമ്മുടെ ടെറസിനെ. നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇനി വീണ്ടും എടുത്ത് നമ്മുടെ കൃഷി കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും എടുത്ത് കൊട്ടി രണ്ടാമതും കൃഷി ചെയ്യാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ദ്രവിക്കുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ പെട്ടെന്ന് നശിച്ചും പോവില്ല. നമുക്കിതിൽ എത്ര വേണമെങ്കിലും പച്ചക്കറി നട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 8 ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഇനി ഇത് ഫുള്ളും ഇതേപോലെ ബോട്ടിൽസ് ഇനിയും കിട്ടും. ഇഷ്ടംപോലെ ബോട്ടിൽസ് ഉണ്ട്, മിഠായിയുടെ ബോട്ടിൽസ് കടയിൽ. അപ്പോൾ അത് ഫുള്ളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൽ നടാൻ പോകുന്നത്, നമുക്ക് ചീര നടാം. പക്ഷെ ഞാനിപ്പോൾ നടാൻ പോകുന്നത് നമ്മുടെ ഇത് കൂർക്കയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക അതേപോലെ ഞാൻ നമ്മുടെ സിമെൻറ്റ് ചാക്കിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിത്തിട്ടിട്ട് നമ്മുടെ പാത്തിയിൽ കൂർക്ക വിത്തിട്ടിട്ട് മുള വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ചെനപ്പുകൾ
കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പിടിപ്പിക്കുന്നോ അത്രത്തോളം നമുക്ക് കൂർക്കുണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചെനപ്പ് നുള്ളിയെടുത്താൽ വീണ്ടും അതിൽ നിന്ന് ചെനപ്പുകൾ വന്ന് വീണ്ടും വരും. അപ്പോൾ വീണ്ടും അത് വേറെ കവറിലേക്ക് നുള്ളി വെക്കുക, അല്ലെങ്കിൽ വേറെ ബോട്ടിൽസിലേക്ക് നുള്ളി വെക്കാം. അപ്പോൾ ഇതിനൊക്കെ വേര് വന്നിട്ട് അതിനൊക്കെ കൂർക്കുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നട്ടു കൊടുക്കാം. സിമ്പിളായിട്ട് നടാവുന്നേ ഉള്ളൂ. ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴും ഇത് വിജയിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഡിറ്റർജൻറ്റ് കുപ്പിയിൽ പയറിൻ്റെ വിത്ത് മുളപ്പിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായി മുളക്കില്ലേ, പിന്നെ അതുപോലെ തന്നെ അത് നന്നായി വളർന്ന് അതിൽ നന്നായി പയറുണ്ടാവില്ലേ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോൺഫിഡൻസിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്, എന്തോ ഭാഗ്യം കൊണ്ടൊക്കെയാണ് അത് നന്നായിട്ട് പയർ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി പടരാൻ വേണ്ടിയിട്ടുള്ള പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉഷാറാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് കേട്ടോ. നല്ല വിത്ത് നോക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പയറിൻ്റെ തൈകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പയർ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നട്ടു കൊടുക്കുന്നത് നമ്മുടെ ചീര നടാം. പൊന്നാങ്കണ്ണി ചീര ഇതിൽ നട്ടു കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കൂർക്കയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കൂർക്കയുടെ നല്ലോണം കൂർക്ക ഉള്ളത് കൊണ്ട് ഞാൻ കൂർക്കയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ മുളക് തൈകൾ പിടിപ്പിക്കാം, അല്ലെങ്കിൽ പച്ചമുളക് നടാം. ഈ കുപ്പിയിൽ അത്യാവശ്യത്തിന് തന്നെ മണ്ണും പോട്ടിങ്ങൊക്കെ കയറുന്നത് കാരണം, മണ്ണ് അതുപോലെ കരിയിലൊക്കെ നന്നായിട്ട് കയറുന്നത് കാരണം നല്ലതായിട്ട് സ്പേസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം വലിയൊരു പോട്ടിൽസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ തക്കാളി തൈയും പിടിപ്പിക്കാൻ പറ്റും, അതുപോലെ മുളകും പിടിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ? എങ്ങനെയുണ്ട് ഈ ഐഡിയ എന്നൊക്കെ കമൻറ്റിലൂടെ പറയണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇത് ഞങ്ങൾ പണ്ടേ ചെയ്തതാണ്, ഇതൊക്കെ എപ്പോഴേ ഉള്ള ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ ആരും ഇത് ചെയ്തിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതെൻ്റെ പുതിയിലുദിച്ച ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തിരുത്തി കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല ഐഡിയകളായിട്ട് ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ പല രൂപത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്. അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഏരിയയിൽ ഫുള്ളും ഇതേപോലെ കൂർക്ക സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇനി ഒരു 5-6 ബോട്ടിൽസും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നന്നായിട്ട് തന്നെ കൂർക്ക വിളയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിലും സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടുതലും ഈ ചിലപ്പോൾ ഒന്നും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കിള്ളിയിട്ട് ഇതിൽ തന്നെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ എത്രത്തോളം വേര് ഇതിൽ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് കൂർക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ ചെനപ്പ് നുള്ളിയിട്ട് വീണ്ടും അതിൽ വെച്ച് കൊടുത്താൽ അതിനും നന്നായി വേര് വന്നിട്ട് നമുക്ക് കൂർക്ക ഉണ്ടാവും. അങ്ങനെയാണ് കൂർക്കയുടെ എന്താ പറയുക, കൂർക്ക കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കിള്ളി വെച്ചിട്ടാണ് കൂർക്ക കൃഷി ചെയ്തെടുക്കുക. അല്ലാണ്ട് ഒരു തൈയിൽ നിന്ന് നമുക്ക് കുറേ ഇങ്ങനെ ഉണ്ടാവുന്നില്ല. നമ്മളിങ്ങനെ കിള്ളി വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയില്ലേ, കസാരയിൽ ഇരിക്കുന്ന ആ ഒരു മഞ്ഞളിനെ കാണാൻ. അപ്പോൾ ഇനി ഇതൊക്കെ മാറ്റി നടണം, അതിനൊക്കെ സമയമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് ഇനിയും അടുത്ത് തന്നെ വീണ്ടും വരാം. ഇപ്പം ഞാൻ ഒന്നരാടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.